Dear students, we are going to discuss about product rule. We have the product rule. Limit an bn equal to limit an into limit bn. That is, limit of product of sequence equal to product of their limits. So, നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് മോഡുലസ് ഓഫ് എ എൻ ബി എൻ മൈനസ് എ ബി ലെസ് ദാൻ എപ്സിലോൺ ആണ് ഫോർ എവരി എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ എന്ന് പ്രൂവ് ചെയ്യാൻ നമുക്ക് പറ്റണം. ഇങ്ങനെ ഒരു ഇൻറ്റിജർ എക്സിസ്റ്റ് ചെയ്യും എന്ന് പ്രൂവ് ചെയ്യാൻ പറ്റണം. സോ വി ക്യാൻ സേ ദാറ്റ് ലിമിറ്റ് എ എൻ ബി എൻ ഈക്വൽ ടു എ ഇൻറ്റു ബി ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എ ഇൻറ്റു ലിമിറ്റ് എ എൻ ഇൻറ്റു ലിമിറ്റ് ബി എൻ എന്ന് എഴുതാൻ പറ്റും. സോ വി കൺസിഡർ ദിസ് ടേം മോഡുലസ് ഓഫ് എ എൻ ബി എൻ മൈനസ് എ ബി മോഡുലസ് ഓഫ് എ എൻ ബി എൻ മൈനസ് എ ബി. ഇനി ഇതിന് കൂടെ നമ്മളൊരു ടേം ആഡ് ചെയ്യുന്നു, സബ്ട്രാക്റ്റ് ചെയ്യുന്നു. ദാറ്റ് ഈസ് എ എൻ ഇൻറ്റു ബി എന്നുള്ള ടേം ആഡ് ചെയ്യുന്നു, അത് തന്നെ സബ്ട്രാക്റ്റ് ചെയ്യുന്നു. നൗ ബൈ റീഅറേഞ്ചിങ് വി ഗെറ്റ് മോഡ് എ എൻ ബി എൻ മൈനസ് ഈ ടേം എഴുതുന്നു എ എൻ ബി പ്ലസ് ഈ ടേം എ എൻ ബി മൈനസ് എ ബി. ദെൻ അപ്ലൈ ദി ട്രയാങ്കിൾ ഇനീക്വാലിറ്റി. ഇതൊരൊറ്റ ടേം ആയിട്ട് എടുക്കും, രണ്ടാമത്തെ ടേം എഴുതും. ട്രയാങ്കിൾ ഇനീക്വാലിറ്റി അപ്ലൈ ചെയ്താൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് എ എൻ ബി എൻ മൈനസ് എ എൻ ബി പ്ലസ് മോഡ് എ എൻ ബി മൈനസ് എ ബി. സോ ഇനി ഒന്ന് സ്പ്ലിറ്റ് ചെയ്താൽ, അതായത് ഫസ്റ്റ് മോഡുലസിൽ എ എൻ കോമൺ ആണ്, എ എൻ ഇൻറ്റു ബി എൻ മൈനസ് ബി എന്ന് കിട്ടും. സെക്കൻഡ് ബ്രാക്കറ്റിൽ കോമൺ ആയിട്ടുള്ളത് ബി ആണ്. മോഡുലസ് ഓഫ് ബി ഇൻറ്റു എ എൻ മൈനസ് എ. സോ മോഡുലസ് ഓഫ് എ പ്രോഡക്റ്റ് മോഡ് എ ബി എന്ന് പറഞ്ഞാൽ മോഡ് എ ഇൻറ്റു മോഡ് ബി എന്ന് എഴുതാം. സോ ഇവിടെ രണ്ടിടത്തും നമുക്കത് അപ്ലൈ ചെയ്താൽ വി ഗെറ്റ് ലെഫ്റ്റ് സൈഡിൽ മോഡ് എ എൻ ബി എൻ മൈനസ് എ ബി ഈക്വൽ ടു അല്ല ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് എ എൻ ഇൻറ്റു മോഡുലസ് ഓഫ് ബി എൻ മൈനസ് ബി പ്ലസ് മോഡ് ബി ഇൻറ്റു മോഡുലസ് ഓഫ് എ എൻ മൈനസ് എ. ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയത്. സോ ദിസ് is an inequality as 1. Now we have sequence a n is convergent. We know that the result every convergent sequence is bounded. That implies sequence a n is bounded. That means there exists a positive number m such that modulus of a n less than or equal to m for every n. ബൗണ്ടഡ്നെസ്സിൻ്റെ ഡെഫിനിഷനാണിത്. മോഡ് എ എൻ ബൗണ്ടഡ് ആണെങ്കിൽ മോഡ് എ എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം ഫോർ എവറി എൻ എന്നെഴുതാൻ പറ്റും. സോ ഇവിടുത്തെ ഈ മോഡ് എ എന്നിന് പകരം നമ്മൾ എം എന്നുള്ള ക്വാണ്ടിറ്റി കൊടുത്തെഴുതാൻ പോവുകയാണ്. മോഡുലസ് ഓഫ് എ എൻ ബി എൻ മൈനസ് എ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് എ എന്നിന് പകരം എം ഇൻറ്റു ബി എൻ മൈനസ് ബി പ്ലസ് മോഡ് ബി ഇൻറ്റു മോഡ് എ എൻ മൈനസ് എ. നൗ which is less than or equal to m into mod bn minus b plus mod b. ഈ മോഡ് ബിയുടെ കൂടെ ഒരു ലാംഡ ആഡ് ചെയ്ത് കൊടുക്കണം. വേർ ലാംഡ ഇസ് എ പോസിറ്റീവ് നമ്പർ, ലാംഡ ഗ്രേറ്റർ ദാൻ 0. ലാംഡ ഒരു പോസിറ്റീവ് നമ്പറാണ്. ഇൻറ്റു ബാക്കിയുള്ള ടേം മോഡ് എ എൻ മൈനസ് എ. ദാറ്റ് ഈസ് ഇങ്ങനെ ഒരു നമ്പർ ആഡ് ചെയ്യുന്നതുകൊണ്ട് ഇവിടെ ഈ ഇനീക്വാലിറ്റിക്ക് മാറ്റമൊന്നും വരില്ല. കാരണം ഇവിടെയുള്ള ഓരോന്നും പോസിറ്റീവ് നമ്പറുകളാണ്. എം പോസിറ്റീവാണ്, മോഡ് ബി എൻ മൈനസ് ബി മോഡുലസ് ആണ് പോസിറ്റീവാണ്, മോഡ് ബി പോസിറ്റീവാണ്, മോഡ് എ എൻ മൈനസ് എ പോസിറ്റീവാണ്. ഇനി ഈ പോസിറ്റീവ് നമ്പറിൻ്റെ കൂടെ ഈ സമ്മിൻ്റെ കൂടെ ഒരു പോസിറ്റീവ് നമ്പറും കൂടെയാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആഡ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ റൈറ്റ് സൈഡിലുള്ളതാണ് വലിയ ടേം. ആ വലിയ ടേമിൻ്റെ കൂടെ വീണ്ടും ഒരു പോസിറ്റീവ് നമ്പർ ആഡ് ചെയ്യാണ്. സോ വീണ്ടും ആ നമ്പർ വലുതാവേ ഉള്ളൂ. ആർ എച്ച് എസിലുള്ള നമ്പർ വീണ്ടും വലുതാവുകയാണ് ചെയ്യുക. സോ ഈ മോഡ് എ എൻ ബി എൻ മൈനസ് എ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്നുള്ള ആ ഇനീക്വാലിറ്റിക്ക് ഇങ്ങനെ ഒരു ലാംഡ ആഡ് ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ ഇനീക്വാലിറ്റിക്ക് ഡിഫറൻസ് ഒന്നും ഉണ്ടാവില്ല. ഇനി എന്തിനാണ് ഇങ്ങനെ ഒരു ലാംഡ ആഡ് ചെയ്യുന്നത് എന്നതിനുള്ള റീസൺ നമുക്ക് ഒരു 2-3 സ്റ്റെപ്പ് കൂടി കഴിഞ്ഞാൽ
പറയാൻ പറ്റും. സോ നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് നോക്കാം. നമുക്കറിയാം ലിമിറ്റ് എ എൻ ഈക്വൽ ടു എ ആണ്, അതുപോലെ ലിമിറ്റ് ബി എൻ ഈക്വൽ ടു ബി ആണ്. ഇത് തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുള്ളതാണ്. സോ ഫോർ എവരി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 there exist positive integers k1 and k2 such that modulus of an minus a less than, ഇത് എഴുതുമ്പോൾ നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് ഈ ക്വാണ്ടിറ്റി ലെസ് ദാൻ എപ്സിലോൺ എന്നാണ്. മോഡുലസ് ഓഫ് എ എൻ ബി എൻ മൈനസ് എ ബി ലെസ് ദാൻ എപ്സിലോൺ എന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ ഇത് രണ്ട് ടേമുകളുടെ സമ്മായിട്ടാണ് നമുക്ക് ലാസ്റ്റ് കിട്ടിയത്. സോ ആദ്യത്തെ രണ്ട് ടേമുകളുടെ സമ്മ് എപ്സിലോൺ എന്ന് കിട്ടുകയാണെങ്കിൽ ഫസ്റ്റ് ടേം എപ്സിലോൺ ബൈ 2 ആവാം, സെക്കൻഡ് ടേമും എപ്സിലോൺ ബൈ 2 ആയാൽ മതി. സോ എപ്സിലോൺ ബൈ 2 പ്ലസ് എപ്സിലോൺ ബൈ 2 വി ഗെറ്റ് എപ്സിലോൺ. സോ ഈ ടേം എപ്സിലോൺ ബൈ 2 ആവണം, ഈ ടേമും എപ്സിലോൺ ബൈ 2 ആണ്. അപ്പോൾ ഫസ്റ്റ് ടേം അതായത് എം ഇൻറ്റു മോഡ് ബി എൻ മൈനസ് ബി, ഇത് എപ്സിലോൺ ബൈ 2 ആവണം. അതുപോലെ സെക്കൻഡ് ടേം വരുന്നത് മോഡ് ബി പ്ലസ് ലാംഡ ഇൻറ്റു മോഡ് എ എൻ മൈനസ് എ, അതും എന്താവണം എപ്സിലോൺ ബൈ 2 ആവണം. അപ്പോൾ ആദ്യത്തെ ടേം എപ്സിലോൺ ബൈ 2 ആവണമെങ്കിൽ ഈ ബി എൻ മൈനസ് ബി എന്താവണം, ബി എൻ മൈനസ് ബി മോഡ് ബി എൻ മൈനസ് ബി ഈക്വൽ ടു എപ്സിലോൺ ബൈ 2m ആവണം. ഓക്കെ. അതുപോലെ രണ്ടാമത്തെ ടേം, ഈ ടേം എപ്സിലോൺ ഈക്വൽ ടു എപ്സിലോൺ ബൈ 2 ആണെങ്കിൽ മോഡ് എ എൻ മൈനസ് എ എന്താവണം, എപ്സിലോൺ ബൈ 2 ഇൻറ്റു മോഡ് ബി പ്ലസ് ലാംഡ എന്നാവണം. എപ്സിലോൺ ബൈ 2 ഇൻറ്റു മോഡ് ബി പ്ലസ് ലാംഡ എന്നാവണം. ഇവിടെ നോക്കൂ, എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ആണ്, 2 ഗ്രേറ്റർ ദാൻ 0, എം പോസിറ്റീവ് ആണ്, ഇങ്ങനെ ഒരു നമ്പർ എക്സിസ്റ്റ് ചെയ്യും. ഇവിടെ എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ആണ്, 2 ഗ്രേറ്റർ ദാൻ 0, മോഡ് ബി നമുക്ക് എന്താണെന്ന് അറിയില്ല, അതൊരു ലിമിറ്റ് ബി എൻ ആണ് ബി, അത് പോസിറ്റീവ് ആണോ അതുപോലെ 0 ആണോ എന്നൊന്നും നമ്മളോട് പറഞ്ഞിട്ടില്ല. സോ അത് മേ ബി 0 ആവാം. സോ ഇവിടെ നമ്മൾ നേരത്തെ ഒരു ലാംഡ ആഡ് ചെയ്തതിൻ്റെ റീസൺ പിന്നീട് പറയാമെന്ന് പറഞ്ഞു. ഇവിടെ ഇങ്ങനെ ഒരു നമ്പർ എക്സിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ലാംഡ ആഡ് ചെയ്യുന്നത്. കാരണം ഇവിടെ ലാംഡ ഇല്ല എന്ന് വിചാരിക്കാം. സോ സപ്പോസ് ദാറ്റ് ഈ ലാംഡ ഇവിടെ ഇല്ലെങ്കിൽ നമുക്ക് കിട്ടുന്നത് എപ്സിലോൺ ബൈ 2 ഇൻറ്റു മോഡ് ബി എന്നാണ്. എപ്സിലോൺ ബൈ 2 ഇൻറ്റു മോഡ് ബി എന്ന് കിട്ടും. സോ അവിടെ ബി 0 ആയാൽ ഇങ്ങനെ ഒരു നമ്പർ എക്സിസ്റ്റ് ചെയ്യില്ല, കാരണം എപ്സിലോൺ ബൈ 0 ആവും. എപ്സിലോൺ ബൈ 2 മോഡ് ബിയിലെ ബി 0 ആയാൽ എപ്സിലോൺ ബൈ 0 എന്ന് കിട്ടുക. സോ എക്സിസ്റ്റ് ചെയ്യില്ല. അപ്പോൾ മോഡ് എ എൻ മൈനസ് എ നമുക്ക് എഴുതാൻ പറ്റില്ല. ഇനി അഥവാ ബി 0 ആയിപ്പോയാലും ഇവിടെ ഒരു ലാംഡ ഉണ്ടെങ്കിൽ, മോഡ് ബി പ്ലസ് ലാംഡ എന്നൊരു ലാംഡ ഉണ്ടെങ്കിൽ എപ്സിലോൺ ബൈ 2 ഇൻറ്റു മോഡ് ബി പ്ലസ് ലാംഡ എന്നെഴുതുമ്പോൾ ഈ ബി 0 ആയിപ്പോയാലും ലാംഡ പോസിറ്റീവ് ആണെന്ന് പറഞ്ഞിരുന്നു, ലാംഡ ഗ്രേറ്റർ ദാൻ 0 ആണ്, നമുക്ക് എന്തുണ്ടാവും എപ്സിലോൺ ബൈ 2 ലാംഡ എന്നുണ്ടാവും. സോ അത് എക്സിസ്റ്റ് ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അവിടെ ഒരു ലാംഡ ആഡ് ചെയ്യുന്നത്. സോ വി ഗെറ്റ് മോഡ് എ എൻ മൈനസ് എ ലെസ് ദാൻ എപ്സിലോൺ ബൈ 2 ഇൻറ്റു മോഡ് ബി പ്ലസ് ലാംഡ. അതുപോലെ ഫോർ എവരി എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു k1, ഒരു k1 ഒരു k2 എടുത്തിരുന്നു. അതുപോലെ മോഡ് ബി എൻ മൈനസ് ബി ലെസ് ദാൻ എപ്സിലോൺ ബൈ 2m ഫോർ എവരി എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു k2. ഇനി നമ്മൾ ഒരു മാക്സിമം k എടുക്കുക, k ഈക്വൽ ടു മാക്സിമം ഓഫ് k1 ആൻഡ് k2. സോ k എന്നുള്ള നമ്പറിന് ഇതും ശരിയായിരിക്കും, ഇതും ശരിയായിരിക്കും. സോ വി ക്യാൻ റൈറ്റ് മോഡുലസ് ഓഫ് എ എൻ ബി എൻ മൈനസ് എ ബി. ഇത് നമുക്ക് കിട്ടിയിരുന്നത് എങ്ങനെയായിരുന്നു, ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം ഇൻറ്റു ബി എൻ മൈനസ് ബി പ്ലസ് മോഡ് ബി പ്ലസ് ലാംഡ ഇൻറ്റു മോഡ് എ എൻ മൈനസ് എ. ഇതിൽ വിച്ച് ഈസ് ലെസ് ദാൻ, ഇതിന് പകരം നമുക്ക് മോഡ് ബി എൻ മൈനസ് ബിക്ക് പകരം എപ്സിലോൺ ബൈ 2m എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, എം ഇൻറ്റു എപ്സിലോൺ ബൈ 2m. അതുപോലെ എ എൻ മൈനസ് എക്ക് പകരം നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, എപ്സിലോൺ ബൈ 2 ഇൻറ്റു
mod b plus lambda, epsilon by 2 into mod b plus lambda. സോ എം ക്യാൻസൽ ചെയ്യുമ്പോൾ എപ്സിലോൺ ബൈ 2 ഉണ്ടാവും. പ്ലസ് ഇവിടെ മോഡ് ബി പ്ലസ് ലാംഡ ക്യാൻസൽ ചെയ്തു പോകും. എപ്സിലോൺ ബൈ 2 ഈക്വൽ ടു എപ്സിലോൺ ഫോർ എവരി എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു K1ൻ്റെയും K2ൻ്റെയും മാക്സിമം K. That is, we can conclude for every epsilon greater than 0 there exists a positive integer K such that modulus of an bn minus ab less than epsilon for every n greater than or equal to K. So by definition, limit an bn equal to a into b, that's equal to limit an into limit bn. That is the product rule. Next we have the constant multiple rule, that is limit c into an equal to c into limit an equal to c into a, where a equal to limit an. ഇത് നമ്മൾ പ്രൂവ് ചെയ്യുന്നത് പ്രോഡക്റ്റ് റൂൾ ഉപയോഗിച്ചിട്ടാണ്. നമുക്കറിയാം പ്രോഡക്റ്റ് റൂൾ ലിമിറ്റ് എ എൻ ബി എൻ ഈക്വൽ ടു ലിമിറ്റ് എ എൻ ഇൻറ്റു ലിമിറ്റ് ബി എൻ എന്നാണ്. ഇതിലെ ഒരു സീക്വൻസ് നമ്മൾ കോൺസ്റ്റൻറ്റ് സീക്വൻസ് ആക്കി എടുക്കുക. സപ്പോസ് ദാറ്റ് ബി എൻ എന്ന് പറയുന്നത് ഇത് എല്ലാ സീക്വൻസുകൾക്കും ഇത് ട്രൂ ആണ് പ്രോഡക്റ്റ് റൂൾ. സോ ബി എൻ ഒരു കോൺസ്റ്റൻറ്റ് സീക്വൻസ് ആണ് നമ്മൾ എടുക്കുക, സി എന്ന് പറയുന്ന കോൺസ്റ്റൻറ്റ് സീക്വൻസ്. സോ ലിമിറ്റ് ബി എൻ എന്തായിരിക്കും? ലിമിറ്റ് ബി എൻ ഈക്വൽ ടു സി ആയിരിക്കും. കോൺസ്റ്റൻറ്റ് സീക്വൻസ് അതേ കോൺസ്റ്റൻറ്റിലേക്ക് കൺവേർജ് ചെയ്യും ഫോർ എവരി എൻ. അപ്പോൾ പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്താൽ ലിമിറ്റ് എ എൻ ബി എൻ ഈക്വൽ ടു ലിമിറ്റ് എ എൻ ഇൻറ്റു ലിമിറ്റ് ബി എൻ ആണ്. സോ എ എന്നിൻ്റെ ലിമിറ്റ് സപ്പോസ് ദാറ്റ് എ, ബി എൻ എന്ന് പറഞ്ഞാൽ സീക്വൻസ് സി ആണ്. സോ എ ഇൻറ്റു സി ഓർ സി ഇൻറ്റു എ, ദാറ്റ് ഈസ് ദി കോൺസ്റ്റൻറ്റ് മൾട്ടിപ്പിൾ റൂൾ. നൗ വി ഹാവ് ദി ജനറലൈസേഷൻ, ദാറ്റ് ഈസ് രണ്ട് പ്രോഡക്റ്റിനുള്ള റിസൾട്ട് നമ്മൾ പറഞ്ഞു. വി ടേക്ക് എ ഫൈനൈറ്റ് നമ്പർ ഓഫ് പ്രോഡക്റ്റ് ലിമിറ്റ് എ എൻ ഇൻറ്റു ബി എൻ ഇൻറ്റു സി എൻ ഇൻറ്റു എക്സെട്ര സെഡ് എൻ. It can be written as limit a n into limit b n into etc. limit z n. That is the theorem. The result is true for the product rule is true for finite case also. Also, if all the sequences are same, limit a n into limit a n into a n into etc. a n k times ആണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? പ്രോഡക്റ്റ് റൂൾ പ്രകാരം limit a n into etc. limit a n k times, that is limit a n whole raised to k. That is we get limit a n raised to k equal to limit a n whole raised to k. Okay, now we have to consider the converse of the product rule, that is limit a n b n equal to limit a n into limit b n. That is പ്രോഡക്റ്റ് കൺവേർജൻ്റ് ആണെങ്കിൽ, സീക്വൻസുകൾ കൺവേർജൻ്റ് ആണെങ്കിൽ പ്രോഡക്റ്റ് കൺവേർജൻ്റ് ആണ്. ഇനി തിരിച്ച് പ്രോഡക്റ്റ് കൺവേർജൻ്റ് ആണെങ്കിൽ കറസ്പോണ്ടിങ് സീക്വൻസുകൾ കൺവേർജൻ്റ് ആവുമോ എന്നുള്ളത് ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ എ എൻ എന്നുള്ളത് നമ്മൾ ഓസിലേറ്റിംഗ് സീക്വൻസ് -1 ഓൾ റൈസ് ടു n എടുക്കും. ബി എൻ എന്നുള്ളത് അനദർ ഓസിലേറ്റിംഗ് സീക്വൻസ് -1 ഓൾ റൈസ് ടു n പ്ലസ് 1. എ എൻ ബി എൻ എന്ന് പറയുന്ന പ്രോഡക്റ്റ് -1 ഓൾ റൈസ് ടു n ഇൻറ്റു -1 ഓൾ റൈസ് ടു n പ്ലസ് 1, ദാറ്റ്സ് ഈക്വൽ ടു -1 ഓൾ റൈസ് ടു n പ്ലസ് 1, ദാറ്റ്സ് ഈക്വൽ ടു -1 ഓൾ റൈസ് ടു 2n പ്ലസ് 1. സോ -1 റൈസ് ടു എ ഓഡ് നമ്പറാണ്. അപ്പോൾ -1 റൈസ് ടു 2n പ്ലസ് 1 എന്ന് പറഞ്ഞാൽ നമുക്ക് -1 എന്നുള്ള സീക്വൻസ് കിട്ടും. സോ ഇറ്റ് കൺവേർജസ് ടു -1. അതായത് ലിമിറ്റ് പ്രോഡക്റ്റ് എന്ത് വരും? -1 ആണ്, കൺവേർജൻ്റ് ആണ്, പ്രോഡക്റ്റ് കൺവേർജൻ്റ് ആണ്. പക്ഷേ എ എന്നും ബി എന്നും എന്തല്ല? കൺവേർജൻ്റ് അല്ല. എ എൻ ഒരു ഓസിലേറ്റിംഗ് സീക്വൻസ് ആണ്, അതുപോലെ ബി എന്നും ഓസിലേറ്റിംഗ് സീക്വൻസുകളാണ്. ദാറ്റ് ഈസ് കോൺവേഴ്സ് ഓഫ് ദി പ്രോഡക്റ്റ് റൂൾ നീഡ് നോട്ട് ബി ട്രൂ. പ്രോഡക്റ്റ് കൺവേർജൻ്റ് ആണ് എന്ന് വെച്ച് കറസ്പോണ്ടിങ് സീക്വൻസുകൾ കൺവേർജൻ്റ് ആണെന്നില്ല. ഓക്കെ, താങ്ക് യു.